ചാനൽ. ഞങ്ങളിപ്പോൾ ബെർലിനിലാണ് നിൽക്കുന്നത്. ഇപ്പം ഞങ്ങളുള്ളത് നമ്മുടെ അലക്സാണ്ടർ പ്ലാറ്റ്സിൽ സാറ്റൂണിൽ ഇവിടുത്തെ ഇലക്ട്രോണിക്കിൻ്റെ വലിയൊരു ഷോപ്പാണ്. ഇവിടെ ഞങ്ങൾ ഗെയിമിങ്ങിൻ്റെ സോണുണ്ട്. ഇവിടെ വന്നിട്ട് എല്ലാവരും ഗെയിം കളിയാണ് പ്ലാനല്ല, ഇതാണ് പരിപാടി. എടാ കിട്ടോ, വണ്ടി കിട്ടോ? ഇതിനു വേണ്ടി നോക്കിയിരിക്കണല്ലേ, കാർ ഓടിക്കാൻ വേണ്ടി കുറേ നേരം നോക്കിയിരിക്കാൻ വേണ്ടി. അവനാണ് എനിക്ക് പോകണമില്ല, അവൻ്റെ ഒടുക്കത്തെ കളി അവൻ്റെ. ഹലോ ഗൈസ്, അപ്പം മല്ലൂച്ചറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ? നമ്മുടെ ലൈറ്റ് ഫെസ്റ്റിവൽ. നമ്മളിപ്പോ ഉള്ളത് ബെർലിനിലാണ്. ബെർലിൻ ലൈറ്റ് ഫെസ്റ്റിവലിന് വേണ്ടിയാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്. നമ്മളിപ്പോ സാറ്റൂണിലൊക്കെ കയറിയല്ലേ, സാറ്റൂണിൽ കയറിയതാണ് നിങ്ങളിപ്പോ കണ്ടത്. സാറ്റൂണില് വിൻഡോ ഷോപ്പിംഗ്, ചുമ്മാ ജനലിൽ നോക്കുന്നതല്ലേ വിൻഡോ ഷോപ്പിംഗ്. നിങ്ങളെ കാശൊന്നും മുടക്കില്ല, നോക്കാൻ മനസ്സിന് സമാധാനിക്കാൻ തിരിച്ചു പോരും. അതെ അതെ, എല്ലാവരും എല്ലാ ആൾക്കാരും എല്ലാരും നടന്ന് അങ്ങോട്ടേക്ക് തന്നെ പോണേ. അതിന് തൊട്ടപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ ഇതിനപ്പുറമുള്ള കിടിലൻ പരിപാടികൾ കാണാൻ പറ്റും. ലൈറ്റിന്റെ സീൻ തന്നെ. ഇത് ചെറുത്, ഇതിന്റെ അപ്പുറത്തേക്ക് ഇഷ്ടം പോലെ ഉണ്ട്. കഞ്ചാവിനാണോ ഉണ്ട്? എനിക്ക് അടിച്ചറിഞ്ഞു. ഞാൻ പിന്നെ എങ്ങനെ പറഞ്ഞത് ചോദിക്കാറുണ്ട്. നല്ല മണം കേട്ടോ, നല്ല മണമുണ്ട്. ഞങ്ങളൊന്നും വലിക്കുന്ന ആൾക്കാരല്ല, എന്നാലും പറയല്ലേ നിന്റെ ശരിക്കും കണ്ട പെട്ടെന്ന് കണ്ടത് ഇതിന്റെയൊക്കെ. ഇല്ലടാ, മണം നമുക്ക് എങ്ങനെ നന്നായാലും നമുക്ക് മണം മനസ്സിലാവില്ല പെട്ടെന്ന്. എന്തായാലും അതെ, മനസ്സിലാവും, സ്വാഭാവികം. വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ബബിൾ ടീ മേടിച്ചു. ഇതാണ് ഏറ്റവും ടേസ്റ്റ്. എനിക്ക് അതിനേക്കാൾ ഇഷ്ടമായത് ഇതോ? വേറെ മേടിച്ചു, വേറെ ഫ്ലേവർ. അല്ലെങ്കിൽ ഫ്ലേവർ ഏതാ? ഏത് ഫ്ലേവർ? പാഷൻ ഫ്രൂട്ടോ? തണുപ്പല്ലേ ഇതൊക്കെ? അത് ചൂടുള്ളതാ? അതെനിക്കതെ നോക്കട്ടെ, പയ്യൻ ഡോണറ്റ് നോക്കട്ടെ. സിദ്ധു നമുക്ക് വേണ്ടി 10 ഡോണറ്റ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. സ്പോൺസേർഡ് ബൈ സിദ്ധു. അലൻ എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടോ? അലൻ ഔഡി താല്പര്യമില്ല? പറയാൻ പറ്റില്ല. അലന് എല്ലാരും മുമ്പിൽ ഭയങ്കര സ്റ്റാൻഡേർഡ്. അല്ല നീ ഒന്ന് ചേച്ചി പോയി, ഞാൻ കണ്ടില്ല കേട്ടോ. ലൈൻ കട്ടയല്ലേ? ബെർലിൻ വാളിന്റെ അവിടെയുള്ള ഫേമസ് ആൾക്കാര് സുജിത് ഭക്തനൊക്കെ വീഡിയോ ഇട്ട ആ സാധനം. ബെർലിൻ വാള് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുണ്ട്. അക്ഷരം പറഞ്ഞോ ചിക്കു, നീ ബെർലിൻ വാള് നീ ചോദിക്കണം, നീ എത്ര മണിക്ക് നീച്ചേ? എടാ അത് കഴിഞ്ഞ എത്ര നേരം ഞാൻ പറഞ്ഞു ബെർലിനിലെ ഫേമസ് സ്ഥലം കാണുന്ന രാത്രി. ഇതാണ് ഫേമസ് സ്ഥലം അലക്സാണ്ടർ പ്ലാറ്റ്സ്. നീ ഇപ്പൊ അതിന്റെ ചോട്ടി കൂടെ നടക്കുന്നത്. നിന്റെ കാൽപാദം ഇതിന്റെ അടിയിലാ. ഓക്കെ, അയ്യോ എന്റെ പൊന്നെ, ഓളിയിടല്ലേ ഈശ്വര. ഇതാണ് ഷോ, ഇപ്പൊ നടക്കുന്ന ഷോ, ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്. സൈഡിലൊരു പള്ളിമേൽ ലൈറ്റ് ആട്ടോ. ഇത് ഡിസൈൻ നല്ല ഫുൾ ലൈറ്റാ, പ്രൊജക്ടർ ലൈറ്റാ. ക്യാമറ അവിടെ. അതെ, അത് ഓഫ് കോഴ്സ് അങ്ങനെയാണ്. പിള്ളേർക്കെല്ലാം അറിയാം. ഇത് ഡോളറൊക്കെ ഇറങ്ങും. അടുത്ത ലൈറ്റ് ഫെസ്റ്റിവൽ ഒന്നും തീർല. പക്ഷെ ഇവരുടെ പണി ഒന്നും പറയാനില്ല കേട്ടോ. സൂപ്പർ വർക്കാ. സമയം എടുക്കും. റോഡ് കുത്തി പൊളിച്ചിട്ടാണ് കേട്ടോ. എന്തോ താഴ്ചയാണ്. നമ്മുടെ ഒക്കെ അവിടെ ഒരു 10 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ ഇതിലാണ് ടാർ ഇടുന്നത്. ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. നമ്മുടെ ആളെ കിടലുണ്ട് അറിയാം. ഇവിടെയോ വള്ളി പിടിക്കണ്ട, നാട്ടിൽ നിന്ന് വള്ളി പിടിക്കണോ? അതെ, നീ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഇവിടെ റൂം റെന്റ് 350-400 ഉള്ളൂ. പിന്നെ പെർ ഡേ അല്ലാണ്ട് നീ എന്തോ കാണുന്നു, ഞങ്ങൾ കാണാത്ത എന്തോ കാണുന്നു. നീ ഉദ്ദേശിച്ച റൂമൊക്കെ വൃത്തിയാക്കാനായിരിക്കും അല്ലേ? എനിക്ക് മനസ്സിലായി. എനിക്ക് മാത്രമേ നല്ല ചിന്തയുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന് നമ്മുടെ ബെർലിൻ ഡോമിന്റെ ഫ്രണ്ടിലെത്തി. ഇതാണ് ഫ്രണ്ടിലെ ലൈറ്റിന്റെ വിഷ്വൽസ്. എടാ എന്തത്? കുതിരയാ, ആടോ എന്തോ ചെറിയൊരു കപ്പ് വെച്ച് കൊടുത്ത ചെറിയ കപ്പ് വെച്ച് കൊടുത്ത് പാടുക.
അത് തന്നെ അത് തന്നെ അത് സൂപ്പറായിരിക്കും. ചില്ലറ പൈസ ഉണ്ട്. ഇന്ന് കബാബായി പിരിക്കാതെ പിരിയാണോ? ടിഷ്യൂ പേപ്പറോ? ടിഷ്യൂ പേപ്പർ അയ്യ എന്റെ അമ്മ പടിവാളി. ഇത് വേറെ വിഷയം കേട്ടോ. അടങ്ങിയിരിക്കാൻ പറ എന്റെ പൊന്നെ. അടങ്ങിയിരിക്കാൻ പറടാ. എടാ നിനക്കൊക്കെ എന്തോ പ്രായമുണ്ട്. നിനക്ക് എത്ര വയസ്സുണ്ടടി? കീറുന്ന് ഉറപ്പല്ലേ? എടുത്ത് അടുത്തത് കേറി അവിടെ. എന്റെ പൊന്നളിയാ. നിങ്ങൾ റെസ്പെക്ട് ചെയ്യേണ്ട ഒരു സാധനത്തിന് നിങ്ങൾ യു ട്രൈഡ്. ഐ സോ ദാറ്റ് യു ട്രൈഡ്. പിന്നെ കണ്ടവനെ മരിച്ചു കൊടുക്കുന്ന അയ്യോ ഓസ്കി ചമ്മി. അടി പോവാ നാണങ്ങളല്ലേ? ശരിയാ. എപ്പോഴാ പോലീസ് ഒന്നും പൊക്കണേന്ന് പറയാൻ പറ്റില്ല. ഇതാവുമ്പോ പോലീസ് വീണേനപ്പേ അയ്യ കൈ പോയാ. ഷോൾഡർ ഊരിപ്പോയാ? ഷോൾഡർ ഊരിപ്പോയാ? നോക്കട്ടെ ഷോൾഡർ ഊരിപ്പോയാ. ഇതിന് ഞങ്ങളുടെ നാട്ടിൽ സിമ്പിൾ ആയിട്ട് ഒരു പേര് പറയും, ക്രിമി കട്ടി. അയ്യോ അത് ചമ്മി. ആരും കണ്ടില്ല കേട്ടോ. 500 പേരുമില്ല, 1000 പേരുമില്ല, ആരും കണ്ടില്ല. ഇത് പിന്നെ കണ്ടില്ല. എടാ ഇതൊക്കെ പോസ്റ്റ് വരും. അല്ല നീ ചെയ്യാണോ? എടാ മക്കളെ എടാ ഇവര് എന്ത് സംഭവം? ഇതിനെ തോളത്ത് കയറ്റി കേട്ടെ. ഇപ്പൊ പോലീസ് ഒന്നും ഇല്ല. 3 എടുത്തോണ്ട് പോണം. നമ്മള് പോയി ഇവർക്ക് ജർമ്മൻ അറിയാം. അല്ലെങ്കിൽ നമ്മള് പോയിട്ട് ഗീവ് അവർ പീപ്പിൾ നിനക്ക് ജർമ്മൻ അറിയല്ലേ? എന്നിട്ട് അതെനിക്ക് ഇഷ്ടമായി. അതെ എനിക്കൊന്നും പറയാനില്ല. എടാ ആ പിള്ളേരൊന്നും ഇറങ്ങിയത് നമുക്ക് ബാക്കി പരിപാടികൾക്ക് പോയിരുന്നു. റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത ഒരു മേനകെട്ട പിള്ളേരാണ്. ഞാൻ പോയി വിളിക്കാം. അതെ ഇറങ്ങി മതി ഇറങ്ങി വീഡിയോ എടുക്കുന്നുണ്ട്. ഫോട്ടോ ഉണ്ട് സൂപ്പർ ഉണ്ട്. വാ എടാ ഇറങ്ങി അടുത്ത സ്ഥലത്തേക്കോ വാ. ഇത് നിനക്കെന്തോ പ്രായം ഉണ്ടോ നിനക്ക്? ഇവിടെ ഇറങ്ങി വാ. ഫോട്ടോ എടുത്തു. ഐഫോണുള്ള ഐഫോൺ ഇത് പിന്നെ അല്ലാണ്ട് സൂപ്പറായിട്ട് കാണുന്നുണ്ട്. എനിക്ക് സൂപ്പറായിട്ട് ഇങ്ങോട്ട് പോരെ. എനിക്ക് ആദ്യം പറയട്ടെ, ഉള്ളാരും പറയട്ടെ. കുറച്ചാലും 10 സാധനം നോക്കി ഇറങ്ങിക്കുന്നത് ഇങ്ങനെ ഉള്ളാരും പറയാം. ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പറയേണ്ട രീതി പറഞ്ഞപ്പോ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റി. എങ്ങനെയുണ്ട്? ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ആരും കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ പറയണമല്ലോ. എല്ലാവരും ഞാൻ പോരെ. ഗൈസ് നമ്മളിപ്പോൾ ലക്ഷ്യം വെച്ച് പോകുന്നത് എവിടേക്കാടാ? ബ്രാൻഡൻബർഗ് ടവറിലേക്ക്. ബ്രാൻഡൻബർഗ് ടവറിൽ, അതായത് നമ്മുടെ ബെർലിൻ ഗേറ്റിൽ ഇത് ഫുള്ള് നമ്മൾ നടക്കണം. ഈ ആൾക്കാരൊക്കെ അവിടേക്കാണ് പോകുന്നത്. നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലും ലൈറ്റ് ഷോ നടക്കുന്നുണ്ട്. അവിടെയാണ് കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അവിടെ അടിപൊളിയാണ്. ഇവിടത്തെക്കാളും നൈസാണ് കുറച്ചും കൂടി. അതെ എനിക്കറിയില്ല അവിടെ ഇത് കൊള്ളാട്ടോ. അതൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അവസാനം നമ്മൾ ഗേറ്റിന് ഫ്രണ്ടിലെത്തി. നല്ല തിരക്കാ. ആ ബാക്കിലാ ലൈറ്റിൻ്റെ ഇതുണ്ട്. അതാണ് പ്രൊജക്ടർ വെച്ചാണത്. നമ്മൾ ഗേറ്റിൻ്റെ കുറച്ചും കൂടി അടുത്തേക്ക് എത്തി. ഒരു 9 seconds, 8 seconds, 7 seconds ആ സൈഡിൽ കാണുന്ന ടൈമാണ്. അതിനുള്ളിൽ ഷോ തുടങ്ങും. നെക്സ്റ്റ് ഒരു 1 minute ഒക്കെ ആയിരിക്കില്ല ഷോ. 1 minute ആയിരിക്കും. അതോ അത് ഡിപ്പെൻസ് ഓരോരോ ആൾക്കാരനുസരിച്ചല്ല.
കൊച്ചിനെ പൊക്കിയതാ ഈ അവിടെ ചേർന്നു വീഡിയോ കണ്ടു. ആ വീട്ടിൽ അഡ്ലൻ ബെർലിൻ എങ്ങനെയുണ്ടാവും പൊളിയാണോ? അങ്ങനെ ചേർണേ നൈസാണ് ഈ വർഷത്തെ കഴിഞ്ഞ വർഷത്തെക്കാളും അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് ആർട്ട്പരമായിട്ട് കൂടുതൽ വലിയ ധാരണയില്ലാത്ത ആളായതുകൊണ്ട് കാണാൻ വലിയ രസമുണ്ട്. ധാരണയില്ല, എന്നാലും ഇതൊക്കെ കണ്ടിരിക്കാൻ നല്ല കഴിഞ്ഞ രസം. കൊല്ലത്തേക്കാൾ ബെറ്റർ ആണെന്ന് ചോദിച്ചാൽ അറിയില്ല. എങ്ങനെയുണ്ടാ ആർട്ടിനെ കുറിച്ച് വല്ലതും അറിയോ? ഞാൻ തരാം. ഇത് തന്നാ ഞങ്ങളങ്ങനെ അവിടുത്തെ ബ്രാൻഡംബർഗ് ടൂർ കഴിഞ്ഞിട്ട് നമ്മള് എവിടെ എത്തി? നമ്മള് ബ്രാൻഡംബർഗ് ടൂർ കഴിഞ്ഞ് സ്പോർട്സ് സ്റ്റാമർ പ്ലാറ്റ്സ് എത്തി. ഇവിടെയും ലൈറ്റിന്റെ പരിപാടികളുണ്ട്. തൊട്ട് ബാക്കില് ഇവിടെയാണ് ശരവണ ഭവൻ റെസ്റ്റോറന്റ് ഉള്ളത്. അതിന്റെ മേളില് ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ ആ ബിൽഡിങ്ങിൽ അതന്നെ ഇതാണ് ബെർലിൻ മാൾ. ഇതാണ് ബെർലിൻ മാള്, മാൾ ഓഫ് ബെർലിൻ. ആ ഇത് വാള്, സോറി ബെർലിൻ മാൾ ഓഫ് ബെർലിൻ തൊട്ടപ്പുറത്തുണ്ട്. ഇത് ബെർലിൻ വാള്. ഇതുവരെ പൊളിച്ചാണോ? പക്ഷെ അങ്ങനെയല്ല. അത് ഈ പിക്ചർ നോക്കൂ, ഇത്രയും വീതിയുള്ള സെറ്റ് മതിലാണ്. ഇതിക്കടെ ആൾക്കാർക്ക് വണ്ടിയിൽ പോവായിരുന്നു. ഇതല്ലേ കറക്റ്റ്? അല്ല, ഇത് വേറെ സ്ഥലമാണ്. സോറി, ഇത് നമ്മുടെ ചെക്ക് പോയിന്റ് ചാർലിയാണോ? ഇത് ചെക്ക് പോയിന്റ് ചാർലിയാണ്. സോറി. എടാ ഷാറോണ് ഇവിടെ 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 ഷാറോണ് ഇവിടെ ഇവിടെ അതിന്റെ മുകളിൽ കൂടെ വണ്ടി ഓടിച്ച് പോയി ആൾക്കാർ ഇതൊരു മതില്, ഇതൊരു മതിൽ. അങ്ങനെയാണ് ഇത് ഇത്രയും ഫെറ്റ് ആയിട്ടുള്ള മതില. അതിന്റെ അകത്തേക്കാണ് നമുക്ക് വണ്ടി ഓടിച്ച് പോവായിരുന്നു. അവര് മറ്റേ ചെക്കിങ് നടത്തുമായിരുന്നു. ഉള്ളിൽ കൂടി ഒരു വഴി പോലെയായിരുന്നു. വഴിയല്ല, മുകളിലേക്ക് ഇങ്ങനെ പ്ലാറ്റ്ഫോം പോലെയായിരുന്നു. ഓക്കെ. ഇത് അതിന്റെ പിക്ചർ ആണോ? പക്ഷെ ഇത് 1972 മനസ്സിലായി. ഇപ്പൊ ബെർലിൻ വാള് കണ്ടില്ല എന്നുള്ള വിഷമം മാറിയില്ലേ? അതേ തൊട്ടോയ്ക്കോ ഇത് ആൾക്കാർ എന്നോട് തൊടാൻ പറഞ്ഞത് അറിയാണ്ട് തൊടാൻ പറഞ്ഞതാടി. നാശകോശൊക്കെ ചൂയിങ്ങൻ തൊക്കി ഇവിടെ അതിന് വേണ്ടിട്ട് വെക്കുന്നു സാനിറ്റൈസർ. ഇത് വിഷയമില്ല, കുറെ നാളായിട്ട് ശരി. ഇത് ഇങ്ങനെ ചൂയിങ്ങാൻ വെച്ചാൽ ഇത് ആൾക്കാർ ഇവിടുത്തെ ഒരു ട്രഡീഷൻ പോലെ കൊണ്ട് നടക്കുന്നുണ്ട്. എന്തിനാന്ന് അറിയാൻ പാടില്ല. ആൾക്കാർ ഞാനൊരു കാര്യം പറയട്ടെ. അപ്പൊ ഇത് അവിടെ ഞങ്ങൾക്ക് അല്ലാന്ന് വിചാരിച്ചോ, വെള്ളാരങ്കല്ലാന്ന് വിചാരിച്ചാൽ. എന്റെ അടുത്ത് ജർമ്മൻകാരൻ ഒരുത്തം പറഞ്ഞ ഇത് തൊടലില് ചൂയിങ്ങാണ്. അപ്പൊ ഞാൻ ശരിക്കും നോക്കി. അങ്ങനെ ഞങ്ങള് ഈ വർഷത്തെ ലൈറ്റ് ഫെസ്റ്റിവല് കണ്ടു തീർന്നു അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം ഓൾമോസ്റ്റ് കുറച്ച് സ്ഥലം കൂടി ഉണ്ട്. പക്ഷെ എന്നാലും എല്ലാം തീർന്നു. അതെ, വർഷവും ബാക്കിയുള്ളൂ. അപ്പൊ ഞങ്ങൾ കുറച്ച് ആളുകളൊക്കെ വീട്ടിലേക്ക് മേടിച്ചിട്ട് ഞങ്ങള് പോവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക് കാണാം. ബൈ. ഈ വീഡിയോ ഇറങ്ങുമെന്ന് ആദ്യം നോക്കാം. ഇത് ഇറങ്ങുമെന്ന് ആദ്യം കാണാം. ഇത് ഇറങ്ങി അടുത്ത വീഡിയോയിൽ കാണാം. ഓഫ് കോഴ്സ്, യാ.